ദത്തുപുത്രനാണെന്ന സത്യം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാ നീ എന്റെ മുമ്പിൽ അഭിനയിച്ചത്. ശരിക്കും നീ എന്നെ ഒരു കോമാളിയാക്കായിരുന്നു നിധി. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക. വേണ്ട, ഒന്നും കേൾക്കണ്ട. എനിക്ക് ഇത്രയും കാലം ഒരു ഫേക്ക് ജീവിതമാണ് നീ എന്റെ ഒപ്പം ജീവിച്ചിരുന്നത് അല്ലേ? ഞാൻ ഈശ്വരമംഗലത്തെ ദത്തുപുത്രനാണെന്ന് ശിവാനി പറഞ്ഞറിയേണ്ടി വന്നു എനിക്ക്. എല്ലാവരുടെ മുന്നിൽ വെച്ച് അനാഥനെന്നും വിളിച്ച് അവളെ ആക്ഷേപിക്കുന്നത് കണ്ടു നിന്നിട്ട് ഇപ്പോ നീ എന്തിനാ എന്റെ അരികിലേക്ക് വന്നേ? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എന്റെ അച്ഛനും അമ്മയും എന്റെ ആരുമല്ലെന്ന് അറിഞ്ഞ ആ നിമിഷം എന്റെ പാതി ജീവൻ പോയി കഴിഞ്ഞിരുന്നു. പക്ഷെ എന്റെ മുഴുവൻ ജീവനും പോയത് നിനക്കും ആ സത്യം അറിയായിരുന്നു എന്നറിഞ്ഞപ്പോഴാ.